ഇന്ത്യക്ക് 18% തീരുവ, എന്നാൽ ബംഗ്ലാദേശിനോ 0%. ഇത് പറഞ്ഞ് ഇവിടെ കുറെ പേർ ഇന്ത്യയെ കളിയാക്കി നടന്നിരുന്നല്ലോ. ആ ഒരു 0%ന്റെ ഗുട്ടൻസ് എന്താണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? അത് വെറുമൊരു സൗജന്യമായിരുന്നില്ല, ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആയിരുന്നു. സ്വന്തം പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറവ് വയ്ക്കാനുള്ള അഡ്വാൻസ്. ഇന്ത്യയെ തോൽപ്പിക്കാൻ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒപ്പം കൂടാൻ പോയ ബംഗ്ലാദേശിന് അമേരിക്ക കൊടുത്ത 8ന്റെ പണിയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. സംഭവം സിമ്പിളാണ്. ബംഗ്ലാദേശ് വിചാരിച്ചു നമുക്ക് ചൈനയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇന്ത്യൻ അതിർത്തിയിൽ ഒരു ഡ്രോൺ ഫാക്ടറി ഒക്കെ തുടങ്ങി ഇന്ത്യക്ക് ഒരു ആപ്പ് അടിച്ച്, ഒപ്പം പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കുറച്ച് JF-17 യുദ്ധവിമാനങ്ങളും വാങ്ങാം, എന്നിട്ട് അതിന്റെ കൂടെ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യക്ക് ഇട്ടൊരു പണിയും കൊടുക്കാം. ഇതൊക്കെ വിചാരിച്ച് അങ്ങ് സുഖലോലുപതയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ നീക്കം കണ്ട ധാക്കയിലെ US അംബാസഡർ ബ്രന്റ് ക്രിസ്റ്റൻസൺ നേരെ ചെന്ന് US സർക്കാരിന്റെ ചെവിയിൽ പിടിച്ചു പറഞ്ഞു, മോനെ, ആ കളി ഇവിടെ നടക്കില്ല. നീ സ്വന്തമായിട്ട് ഡ്രോണൊന്നും ഉണ്ടാക്കാൻ വളർന്നിട്ടില്ല. ഉണ്ടാക്കാറാകുമ്പോൾ ഞങ്ങൾ പറയാം. ചൈനയുമായുള്ള ആ വലിയ കരാർ അങ്ങ് റദ്ദാക്കിക്കോണം എന്നാണ് അമേരിക്കയുടെ കൽപ്പന. പകരം എന്ത് ചെയ്യണം? അമേരിക്ക തരുന്ന ആയുധങ്ങൾ അമേരിക്ക പറയുന്ന വിലയ്ക്ക് അമേരിക്ക പറയുന്ന കണ്ടീഷനിൽ വാങ്ങിക്കൊള്ളണം. ചുരുക്കത്തിൽ എന്റെ അടിമയായിട്ട് ഇവിടെ കിടന്നോണം എന്നാണ് അമേരിക്ക ബംഗ്ലാദേശിനോട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇത്തിൽ കണ്ണികളുണ്ടല്ലോ, ബംഗ്ലാദേശിന് അമേരിക്ക നൽകിയ തീരുവ ഇളവിനെ വാനോളം പുകഴ്ത്തിയവർ, അവർക്കുള്ള ഒരു മറുപടി കൂടിയാണിത്. അമേരിക്ക എന്ന കച്ചവട രാഷ്ട്രം ചുമ്മാ ആർക്കും ഒന്നും കൊടുക്കില്ല. ബംഗ്ലാദേശിന് അമേരിക്കൻ വിപണിയിൽ തീരുവ ഇളവ് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവരുടെ പരമാധികാരമാണ് അമേരിക്ക പണയം ചോദിക്കുന്നത്. ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ബംഗ്ലാദേശ് ഒരു വശത്ത് ചൈനയും പാകിസ്ഥാനെയും കൂട്ടുപിടിച്ചു, മറുവശത്ത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയെ തോൽപ്പിക്കാനും മോഹിച്ചു. ഒടുവിൽ എന്തായി? ബംഗ്ലാദേശിന്റെ തല അമേരിക്കയുടെ കക്ഷത്തിനിടയിലായി. ഇനി അവിടുന്ന് എങ്ങോട്ട് അനങ്ങണമെന്ന് അമേരിക്ക തീരുമാനിക്കും. വിളച്ചിലെടുത്താൽ കക്ഷത്തിലിട്ട് ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കും അമേരിക്ക. ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയുധം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണം, ആരുമായിട്ട് കൂട്ടുകൂടണം, എന്തിന് സ്വന്തം രാജ്യത്ത് എന്ത് ഫാക്ടറി തുടങ്ങണം എന്ന് പോലും ഇനി ബംഗ്ലാദേശ് തീരുമാനിക്കില്ല. അത് വൈറ്റ് ഹൗസിലിരുന്ന് അമേരിക്ക തീരുമാനിക്കും. സ്വന്തമായ ഒരു ഡ്രോൺ ഉണ്ടാക്കാനുള്ള അവകാശം പോലും ബംഗ്ലാദേശിന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ചൈനീസ് ഡ്രോണും പാക് വിമാനവും എന്ന ഉമ്മാക്കി കാണിച്ച് ഇന്ത്യയെ പേടിപ്പിക്കാൻ നോക്കിയവരെ രക്ഷിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിലാണ്. പരിതാപകരം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ 0% തീരുവയെക്കാളും എത്രയോ അന്തസ്സുണ്ട് ഇന്ത്യയുടെ 18% തീരുവ എന്ന് മനസ്സിലാക്കുക. ആ 18% കൊടുക്കുന്നത് നമ്മുടെ നട്ടല് വളയ്ക്കാതെ, ആരുടെയും അടിമയാകാതെ തലയുയർത്തി നിൽക്കാനാണ്. ആത്മാഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും വില അറിയാവുന്നവർക്ക് ആ 18% തീരുവയുടെയും വില അറിയാൻ പറ്റും. അതില്ലാത്തവർ അമേരിക്കയുടെ കൊടിച്ചുപെട്ടി ആയാലും വേണ്ടില്ല, ഫ്രീ ആയിട്ട് സാധനം കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. എന്തായാലും അമേരിക്കയുടെ ഔദാര്യം പറ്റി ഒടുവിൽ അവരുടെ മൂക്കുകയറിൽ കെട്ടിയിട്ട പശുവിനെ പോലെ ആകാൻ ഇന്ത്യയെ കിട്ടില്ല. പരമാധികാരം പണയം വെച്ച് കിട്ടുന്ന ലാഭത്തെക്കാൾ വലുതാണ് അത് നൽകുന്ന അഭിമാനം. ബംഗ്ലാദേശിനെ ഇപ്പോൾ അത് നന്നായി ബോധ്യപ്പെട്ട് കാണും. മിസ്റ്റർ